Hello friends, Technique Malayalamത്തിലെ മറ്റൊരു അൺബോക്സിംഗ് വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ പരിചയപ്പെടുത്താൻ പോകുന്നത് റെഡ്മിയുടെ ഏറ്റവും പുതിയ ബഡ്ജറ്റ് സീരീസ് ഡിവൈസായ ഏതാണ്ട് ഒരാഴ്ച മുമ്പ് ഇറങ്ങിയ ഒരു ഡിവൈസാണ് Redmi 12C. ഇതിൻ്റെ പ്രൈസിംഗ് വരുന്നത് 9499 രൂപയാണ്. 4GB റാം 64GB സ്റ്റോറേജിന് 11499 രൂപയാണ്. 6GB റാം 128GB സ്റ്റോറേജിനും. അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ ഇന്ത്യസ് നമ്പർ 1 സ്മാർട്ട് ഫോൺ ബ്രാൻഡിൻ്റെ Redmi 12C അൺബോക്സ് ചെയ്യാം. ലാർജ് ഡിസ്പ്ലേ 50 മെഗാപിക്സൽ AI ഡ്യുവൽ ക്യാമറ എഴുതിയിരിക്കുന്നത്. മീഡിയടെക്കിൻ്റെ ഹീലിയോ G85 ഒക്ടകോ പ്രോസസ്സറാണ്. 5000 mAh ബാറ്ററി, 10 വാട്ട് ചാർജർ, പിന്നെ ബാക്കി കാര്യങ്ങളൊക്കെ എഴുതിയിട്ട് ഫിംഗർ പ്രിൻറ്റ് സെൻസർ, അതേപോലെ ഡ്യുവൽ ബാൻഡ് വൈഫൈ 5 GHz വൈഫൈ, പിന്നെ ഡെഡിക്കേറ്റഡ് മൈക്രോ SD കാർഡ് സ്ലോട്ട് ഉണ്ട്, ഡ്യുവൽ വോൾട്ടി വിത്ത് വോയിസ് ഓവർ വൈഫൈ ഉണ്ട്, ആൻറ്റി ഫിംഗർ പ്രിൻറ്റ് ടെക്സ്ചർ ഉണ്ട്, മിൻറ്റ് ഗ്രീൻ എന്ന് പറഞ്ഞ കളറാണ്. ഇത് 5G ഡിവൈസ് അല്ല കേട്ടോ, ഇത് 4G ഡിവൈസാണ്. അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ ഇതൊന്ന് തുറക്കാം. തുറന്നിട്ട് ഇതിൻ്റെ ബാക്കി സ്പെക്സും ബാക്കി ഫീച്ചേഴ്സൊക്കെ പറയാം. അപ്പോൾ ഇതാണ് Redmi 12C. അപ്പോൾ 3-4 കളേഴ്സിൽ അവൈലബിൾ ആണ്. ബ്ലൂ, ഗ്രീന്, പേർപ്പിൾ, ബ്ലാക്ക്, അങ്ങനെ 4 കളേഴ്സിലാണ്. നമുക്ക് ഇട്ടിരിക്കുന്നത് ഒരു ഗ്രീൻ കളറാണ്. ബോക്സിനകത്ത് വരുന്നത് ഒരു USB കേബിളാണ്. ഇത് മൈക്രോ USB ആണ്. അതൊരു പ്രോബ്ലമാറ്റിക് ഇതാണ്. ഈ പ്രൈസ് സെഗ്മെൻറ്റിൽ മൈക്രോ USB എന്ന് പറഞ്ഞാൽ ഒരു ആക്സെപ്റ്റബിൾ കാര്യമല്ല. പിന്നെ വരുന്നൊരു 10 വാട്ട് ചാർജറാണ്. അപ്പോൾ ഇത്രയാണ് ബോക്സിനകത്ത് വരുന്നത്. ഇത് നമുക്ക് ഡിവൈസ് ഒന്ന് ബൂട്ട് ചെയ്തിട്ട് പറയാം. പിന്നെ ഇവിടെ സിം ഇജക്റ്റ് പിന്നുണ്ട്, ഒരു മാനുവൽ ആൻഡ് വാറൻറ്റി ഇൻഫർമേഷൻ കൂടെ കാണാം. ഇതിനകത്ത് ട്രിപ്പിൾ സ്ലോട്ട് നിങ്ങൾക്ക് എഴുതി കാണാം. പിന്നെ ബാക്കി സാർ വാല്യൂ ഇൻട്രസ്റ്റഡ് ആയിരിക്കും. സാർ വാല്യൂ കൂടെ ഒന്ന് പറഞ്ഞേക്കാം. സാർ വാല്യൂ ഹെഡ്സ് ആർ 0.868, ബോഡീസ് ആർ 0.769 ആണ്. അപ്പോൾ ഇതിനകത്ത് ഇത്രയും ബോക്സിനകത്ത് വരുന്നുള്ളൂ. ഇത് നമുക്ക് ഡിവൈസ് ഒന്ന് ബൂട്ട് ചെയ്യാം. അപ്പോൾ ഇതാണ് ഡിവൈസ്. അപ്പോൾ നമുക്കാണ് ഇവിടെ ഒരു മാറ്റ് ടെക്സ്ചേർഡ് ഫിനിഷാണ് കൊടുത്തിരിക്കുന്നത്. ഡിസൈൻ ലാംഗ്വേജ് നല്ലതാണ്. ഇവിടെ ഒരു ഫിംഗർ പ്രിൻറ്റ് സ്കാനർ കാണാം, റെഡ്മി നീതി ചെയ്യണം. 50 മെഗാപിക്സൽ ഡ്യുവൽ ക്യാമറ സെറ്റപ്പാണ് വരുന്നത്. അപ്പോൾ നല്ലൊരു ബേസിക് ക്യാമറ സെറ്റപ്പ് ഉണ്ട്. പിന്നെ ഒരു പവർ ബട്ടനും വോളിയം കീസുമാണ് വരുന്നത്. ഇവിടെ സിം ട്രേ ആണ്. മുകൾ ഭാഗത്ത് 3.5 mm ഓഡിയോ ജാക്കും, താഴത്ത് മൈക്രോ USB പോർട്ടും സ്പീക്കർ യൂണിറ്റുമാണ് വരുന്നത്. അപ്പോൾ മൈക്രോ USB ഡെഫിനറ്റ്ലി ഒരു ഡൗൺ സൈഡാന്ന് പറയാം. കാരണം ഈ പ്രൈസ് സെഗ്മെൻറ്റിൽ 2023 USB Type-C തന്നെ വേണമായിരുന്നു. അതൊരു ഡെഫിനറ്റ്ലി ഒരു ഡൗൺ സൈഡാന്ന് പറയാം. അപ്പോൾ നമുക്ക് ഡിവൈസ് ഒന്ന് ബൂട്ട് ചെയ്യാം. ബൂട്ട് ചെയ്തിട്ട് ബാക്കി സോഫ്റ്റ്വെയർ വിശേഷങ്ങളും കൂടെ പറയാം. അപ്പോൾ ഫോൺ ബൂട്ട് ചെയ്തിരിക്കുകയാണ് നമ്മൾ. ഇതാണ് Redmi 12C. ഇവിടെ ഒരു U നോച്ച് കാണാം, വാട്ടർ ഡ്രോപ്പ് നോച്ച് കാണാം. ഇവിടെ താഴത്തെ ബെസൽസ് കുറച്ചധികം ഉണ്ട്. സൈഡിലും ഒരു ആവറേജ് ബെസൽസ് ആണ് കൊടുത്തിരിക്കുന്നത്. ഡിസൈൻ ലാംഗ്വേജ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നല്ലതാണ്. നല്ലൊരു ഇൻഹാൻഡ് ഫീലൊക്കെ കൊടുത്തിട്ടുണ്ട്. പക്ഷേ മൈക്രോ USB ചാർജിങ് പോർട്ടാണ് ഒരു പോരായ്മ. ഇനി ഡിസ്പ്ലേ ക്വാളിറ്റി എന്ന് പറഞ്ഞാൽ ഒരു HD+ റെസൊല്യൂഷൻ ഡിസ്പ്ലേ, സ്റ്റാൻഡേർഡ് 60 Hz ആണ്. കളേഴ്സ് കുഴപ്പമില്ല, അത്യാവശ്യം വൈബ്രൻറ്റ് ഡിസ്പ്ലേന് ഒരു ബഡ്ജറ്റ് സെഗ്മെൻറ്റിൽ നമുക്ക് കിട്ടാവുന്ന കുഴപ്പമില്ലാത്ത ഒരു ഡിസ്പ്ലേ എന്ന് വേണമെങ്കിൽ ഇതിനെ വിശേഷിപ്പിക്കാവുന്നതാണ്. വ്യൂവിംഗ് ആംഗിൾസ് ആണെങ്കിലും അത്യാവശ്യം ഡീസൻറ്റ് എക്സ്പീരിയൻസ് ആണ് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. ഈ സോഫ്റ്റ്വെയറിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ നമുക്കിവിടെ കിട്ടുന്നത് MIUI ആണ്. MIUI ഗ്ലോബൽ 13 വേർഷനാണ്. ആൻഡ്രോയിഡ് വേർഷൻ 12 വരുന്നുള്ളൂ. പിന്നെ ഓൾ സ്പെക്സ് കഴിഞ്ഞ് മീഡിയടെക്കിൻ്റെ ഹീലിയോ G85 ഒക്ടകോ പ്രോസസ്സറാണ്. 6GB റാമാണ് നമ്മുടെ കയ്യിലുള്ളത്. അതേപോലെ 4GB റാം വേരിയൻറ്റും ഉണ്ട്. അപ്പോൾ ഇതൊരു എൻട്രി ലെവൽ ഒരു ബഡ്ജറ്റ് ഡിവൈസിന് വേണ്ട ഒരു സ്പെക്സ് ആണ് ഇതിനകത്ത് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ കുഴപ്പങ്ങളൊന്നും തന്നെ ഇല്ല. അത്യാവശ്യം ഭേദപ്പെട്ട ഒരു ഡീസൻറ്റ് എക്സ്പീരിയൻസ് നമുക്കിവിടെ ഡെഫിനറ്റ്ലി കിട്ടുന്നുണ്ട്. പിന്നെ കുറച്ചധികം ബ്ലോട്ട്വെയർസ് ഇൻസ്റ്റാൾഡ് ആണ്, കണ്ടില്ലേ, സില്ലി ആപ്പ്, അതേപോലെ കുറച്ച് ഗെയിംസ്, പിന്നെയും കുറേ ആപ്സ് പ്രീ ഇൻസ്റ്റാൾഡ് ആണ്. നമുക്ക് അൺഇൻസ്റ്റാൾ ചെയ്യാം, പക്ഷേ ബ്ലോട്ട്വെയർസ് ഡെഫിനറ്റ്ലി ഉണ്ട്. ഇത് MIUI ആണ് കൊടുത്തിരിക്കുന്നത്. ഇനി നമുക്ക് ക്യാമറയിലോട്ട് പോകാം. ഇവിടെ നമുക്ക് കിട്ടുന്ന ഒരു പ്രൈമറി 50 മെഗാപിക്സൽ ക്യാമറയും പിന്നെ ഒരു സെക്കൻഡറി ക്യാമറയാണ് വരുന്നത്. നമുക്ക് ബാക്കി എന്തൊക്കെ ഡീറ്റെയിൽസ് വരും നോക്കാം. ഫോട്ടോ മോഡ്, വീഡിയോ റെക്കോർഡിംഗ്, 1080p റെസൊല്യൂഷൻ ഉണ്ട്, പോർട്രേറ്റ് മോഡ് ഉണ്ട്, നൈറ്റ് മോഡ് ഉണ്ട്. അതേപോലെ മോഡിൽ പോയി കഴിഞ്ഞാൽ 50 മെഗാപിക്സൽ മോഡും ക്യാമറയിൽ കാണാം. അപ്പോൾ വളരെ ബേസിക് ആയ ഒരു ക്യാമറയാണ്, എങ്കിലും ഒരു 50 മെഗാപിക്സൽ ഓപ്ഷൻ ഇതിനകത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അത് ഡെഫിനറ്റ്ലി നമുക്ക് കുഴപ്പമില്ലാത്ത ഒരു എക്സ്പീരിയൻസ് ആണ് തരുന്നത്. നമുക്ക് കുറച്ച് ക്യാമറ സാമ്പിൾസ് കൂടി കാണാം. ഇതെല്ലാം Redmi 12C എടുത്ത ക്യാമറ സാമ്പിൾസ് ആണ്. ഒരു ഡീസൻറ്റ് 50 മെഗാപിക്സൽ ക്യാമറ എക്സ്പീരിയൻസ് ആണ് ബഡ്ജറ്റ് സെഗ്മെൻറ്റിൽ ഈ ഡിവൈസ് ഓഫർ ചെയ്തിരിക്കുന്നത്.
ഇനി ഇതിൻ്റെ ബാറ്ററിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ 5000 mAh ബാറ്ററിയാണ്. അതേപോലെ തന്നെ 10 വാട്ട് ചാർജിങ് ആണ് വരുന്നത്. അത് ഡെഫിനറ്റ്ലി ഒരു 2 മണിക്കൂർ 3 മണിക്കൂറിന് അടുത്ത് എടുക്കും 10 വാട്ട് ചാർജിങ് കൊണ്ട്. പക്ഷേ നല്ല ബാറ്ററി ലൈഫ് നമുക്ക് എക്സ്പെക്ട് ചെയ്യാം. കാരണം എന്താ വെച്ചാൽ HD+ റെസൊല്യൂഷൻ ഡിസ്പ്ലേ, ഒരു ബഡ്ജറ്റ് ഡിവൈസാണ്, അത്രയ്ക്കധികം കൺസംപ്ഷൻ വരുന്നില്ല. അപ്പോൾ നല്ലൊരു ബാറ്ററി ലൈഫ് മോർ ദാൻ 1.5 days ഒക്കെ ഈസിലി കിട്ടുമെന്നാണ് എനിക്ക് തോന്നുന്നത്. പക്ഷേ വീണ്ടും ഞാൻ പറയുന്നത് മൈക്രോ USB ചാർജിങ് പോർട്ടാണ് ഒരു മേജർ ഡിസപ്പോയിൻറ്റിങ് ആസ്പെക്റ്റ് എന്ന് പറയാവുന്നത്. അപ്പോൾ ഇതായിരുന്നു ബാറ്ററി ലൈഫ്. അപ്പോൾ ഇതാണ് Redmi 12Cൻ്റെ ഒരു അൺബോക്സിങ് ഹാൻഡ്സ് ഓൺ വീഡിയോ. ബഡ്ജറ്റ് ഡിവൈസാണ്, 2 വേരിയൻറ്റിലാണ് അവൈലബിൾ ആണ്. 464 9499 രൂപ, അറൗണ്ട് 500 rupees ഡിസ്കൗണ്ട് നിങ്ങൾക്ക് കിട്ടും. അപ്പോൾ 8999 രൂപയാണ് 464 വേരിയൻറ്റിൻ്റെ പ്രൈസിങ് വരുന്നത്. വിത്ത് ഡിസ്കൗണ്ട്സ് 128 GB റാമിൻ്റെ വേരിയൻറ്റിൻ്റെ പ്രൈസിംഗ് എന്ന് പറഞ്ഞാൽ 11,499 രൂപയാണ്. അതായത് 11,500 rupees. അവിടെ നമുക്ക് ഡിസ്കൗണ്ട്സ് ഓഫേർഡ് ആണ്. അപ്പോൾ ഇത് വാങ്ങാനുള്ള ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ പേസ്റ്റ് ചെയ്യാം. ഇതാണ് Redmi 12C. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്നിരിക്കുന്നത്. കൂടുതൽ വീഡിയോസിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്നതിനൊപ്പം തന്നെ ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് എല്ലാ വീഡിയോസിൻ്റെയും നോട്ടിഫിക്കേഷൻ കൂടെ ലഭിക്കുന്നതാണ്. അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ്. ഹോപ്പ് ടു സീ ഇൻ അവർ നെക്സ്റ്റ് വീഡിയോ. ഹാവ് എ ഗ്രേറ്റ് ഡേ.